മലപ്പുറം ജില്ലയുടെ അടുത്ത് വളരെ സങ്കടത്തിലായെത്തിയ ഒരു കഥയാണ്. SLCക്ക് വേണ്ടിയിട്ട് SLC എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പൊന്നുമോന് തയ്യാറെടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ നാടിനെ മുഴുവനും കണ്ണീരിലായെത്തിയ ഒരു കഥയാണ്. തന്റെ ഉമ്മാക്ക് എപ്പോഴും ചുടുചുംബനം കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോകുന്ന മോൻ, ഉമ്മ വ്യാഴാഴ്ച ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ട് ഉമ്മാക്ക് അറ്റാക്ക് വന്നിട്ട് ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ആ പൊന്നുമോനെ തന്റെ ഉമ്മാടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ പൊന്നുമോന്റെ അഭിലാഷമാകുന്ന, ഉമ്മാടെയും അഭിലാഷമാകുന്ന എക്സാമിന് എഴുതാൻ വേണ്ടി ആ പൊന്നുമോൻ കടന്നു പോകുകയാണ്. മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസത്തിൽ. ആലോചിച്ചു നോക്കിയേ, എത്രത്തോളം ആ കുഞ്ഞിന്റെ മനസ്സ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും എന്ന് അല്ലാഹു ആ ഉമ്മക്ക് സ്വർഗ്ഗം നൽകട്ടെ. പരിശുദ്ധമായ റമളാനിലാണ് മരണപ്പെട്ടത്. 3 മാസങ്ങളിൽ മരണപ്പെട്ടു പോയാൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറയുന്നു ഖബറിൽ പോലും ചോദ്യമില്ലെന്ന്. അത്രയും വിഭാഗത്തിൽ ആ ഉമ്മയെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നേരെ എന്നും ചുടുചുംബനം കൊടുത്ത് ഉമ്മാടെ മുഖത്തിൽ ചുടുചുംബനം കൊടുത്തിട്ട് ആ മോൻ സ്കൂളിലേക്ക് പോകുന്ന മോൻ അവസാനമായിട്ട് ഉമ്മാടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് ആ മോൻ കടന്നു പോവുകയാണ് എക്സാം ഹാളിലേക്ക്. ആ മോന്റെ മനസ്സിൽ എത്രത്തോളം വിഷമുണ്ടാവും. ഇന്ന് ഉമ്മാനെ വാപ്പാനെ വില വെക്കാത്ത മക്കൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണപാടാണത്. ആലോചിച്ചു നോക്കി, വളരെ സങ്കടത്തിൽ ഞാനത് കേട്ട് തന്നെ വീണ്ടും കേട്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ കേട്ടു. ആലോചിച്ചു നോക്കി ആ മോന്റെ അവസ്ഥകൾ ആലോചിച്ചു നോക്കി. ഉമ്മ മരണപ്പെട്ടു പോയി. ആ മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിയിൽ നിന്ന്, പള്ളിക്കാട്ടിൽ നിന്ന് നേരെ പോകുകയാണ് പരീക്ഷ എഴുതാൻ. ആ മോന്റെ മനസ്സിനകത്തുള്ള വേദനയും വിഷമങ്ങളും എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അള്ളാഹു സ്വർഗ്ഗം നൽകട്ടെ. ഒരു സന്തോഷം അള്ളാഹു കൊടുത്തു, അതിന്റെ ഒപ്പം തന്നെ അള്ളാഹു ഒരു സങ്കടം കൊടുക്കാണ്. ആ പൊന്നുമോനിക്ക്, ഷഹബിൻ എന്ന് പറയുന്ന പൊന്നുമോനിക്ക് ഒരു പൊന്നു പെങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സന്തോഷത്തിൽ കൊണ്ടിരിക്കുന്ന വേളയിലാണ് അല്ലാഹു ഒരു സങ്കടം കൊടുക്കുന്നത്. ഉമ്മാനെ ഈ ലോകത്തിൽ നിന്ന് യാത്രയാക്കുകയാണ്. അങ്ങനെ എത്ര മരണങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നുണ്ടല്ലോ. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഏത് സമയത്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.